ക്രിസ്തുയേശുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് വീണ്ടും മഹത്വമുണ്ടാകട്ടെ. വിശ്വസ്തത എന്ന വിഷയം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് മുമ്പാകെ വിശ്വസ്തനായൊരു മനുഷ്യൻ ഏറ്റവും വിലപ്പെട്ടവനാണ്. ഒരു മനുഷ്യൻ്റെ വില എന്തെന്ന് അറിയണമെങ്കിൽ ദൈവം ഒരാളെ വിശ്വസ്തനെന്ന് എണ്ണിയാൽ അവൻ്റെ വില മനുഷ്യർക്കാർക്കും കണക്ക് കൂട്ടാൻ സാധിക്കാത്തതാണ്. അത്ര വലുതാണ് അവൻ്റെ വില. ഇവിടെ വിശ്വസ്തത തെളിയിക്കാനുള്ള മാർഗം കഴിഞ്ഞ പാഠങ്ങളിൽ നമ്മൾ ചിന്തിപ്പാടിയായി തീർന്നു. അടുത്തത് നമ്മൾ പഠിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യവും ലൂക്കോസിൻ്റെ സുവിശേഷം തന്നെ 19-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യവും. അത്യല്പത്തിൽ വിശ്വസ്തനായവൻ അധികത്തിലും വിശ്വസൻ, അത്യല്പത്തിൽ നീതി കെട്ടവൻ അധികത്തിലും നീതി കെട്ടവൻ. അവനവനോട് നല്ല ദാസനെ നീ അത്യല്പത്തിൽ വിശ്വസ്തനായതുകൊണ്ട് 10 പട്ടണത്തിന് അധികാരമുള്ളവനായിരിക്കുക എന്ന് കൽപ്പിച്ചു. മനുഷ്യൻ്റെ വിശ്വസ്തത തെളിയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർഭമാണ് അത്യല്പം എന്ന മനുഷ്യൻ്റെ അവസ്ഥ. മനുഷ്യന് സമൃദ്ധി വരുന്നതും മനുഷ്യന് ഹീനത വരുന്നതും ക്ഷയം വരുന്നതും കഷ്ടം വരുന്നതും നഷ്ടം വരുന്നതുമെല്ലാം ദൈവം അറിഞ്ഞു തന്നെയാണ്. എന്നാൽ ദൈവം ഒരാളെ വിശ്വസ്തനെന്ന് സാക്ഷ്യപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവനെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് അത്യല്പത്തിലേക്ക് കൊണ്ടുവരും. എന്ന് പറഞ്ഞാൽ ഉടുക്കാൻ ഒരു വസ്ത്രമുണ്ട്, ഭക്ഷിപ്പാൻ ഒരു ദിവസം ഒരു നേരത്തെ ഭക്ഷണമുണ്ട്. ഇങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് തൻ്റെ ഭക്തനെ ദൈവം കൊണ്ടുവരും. അവൻ അങ്ങനെ ജീവിക്കാനല്ല ദൈവത്തിൻ്റെ ആഗ്രഹം. ദൈവത്തിൻ്റെ ആഗ്രഹം അവനെ വലിയൊരു സമൃദ്ധിയിൽ സമ്പന്നനായിട്ട് ജീവിക്കണം എന്ന് തന്നെ ദൈവത്തിൻ്റെ ആഗ്രഹം. എന്നും ദാരിദ്ര്യവും പട്ടിണിയും അരിഷ്ടതയായിട്ട് വിശ്വാസി ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, റോമാലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ നന്മയ്ക്ക് ദൂഷണം വരുത്തരുത്. നന്മയ്ക്ക് ദൂഷണം വരുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നന്മ വരുമ്പോൾ, ഒരു അനുഗ്രഹം വരുമ്പോൾ ആത്മീയ മണ്ഡലങ്ങളിൽ ശബ്ദമുയരും. ആരുടെ ശബ്ദം? രാപ്പകൽ കുറ്റം ചുമത്തുന്ന അപവാദിയായ പിശാചിന്റെ ശബ്ദം ഉയരും. എന്തായ ശബ്ദം? ദൂഷണം തന്നെ. അല്ല തന്നെ. എന്താ ദൂഷണം? യോസേപ്പിനെ കുറിച്ച് പറഞ്ഞാൽ എന്താ? യോസേപ്പിനെ ദൈവം ഉയർത്താൻ പോവാം. തൻ്റെ സഹോദരന്മാരും അപ്പനും അമ്മയും കൂടി പോലും യോസേപ്പിന് മുമ്പാകെ താണു വണങ്ങുന്ന ഒരു ഉയർച്ചയിലേക്ക് യോസേപ്പിനെ കൊണ്ടുവരാൻ പോവാ. ദൈവം അത് സ്വപ്നത്തിൽ കൂടെ കാണിച്ചു കൊടുത്തു. പിന്നെ ആത്മീയ മണ്ഡലങ്ങളിൽ എന്താ നടന്നതെന്നുള്ളത് നമ്മൾ പ്രത്യക്ഷത്തിൽ നമുക്ക് കാണുന്നില്ല. എങ്കിലും സങ്കീർത്തനത്തിൽ പ്രകാരം എഴുതിയിരിക്കുന്നു, യഹോവയുടെ വചനം നിവൃത്തിയാകുകയും അവൻ്റെ അരുളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുവോളം അവൻ്റെ കാലുകൾ ചങ്ങലയിൽ കുടുങ്ങി. അവൻ്റെ വചനം, ആ വാക്യം ഓർത്തോളണം. സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്ന ഭാഗം പ്രകാരമാണ്. സങ്കീർത്തനം 105-ാം അധ്യായം 17-ാം വാക്യം, അവർക്ക് മുൻപായി അവൻ ഒരാളെ അയച്ചു, യോസേപ്പിനെ അവർ ദാസനായി വിറ്റുവല്ലോ. അടുത്തതാണ്, യഹോവയുടെ വചനം നിവൃത്തിയാവുകയും. യഹോവയുടെ വചനം എന്ന് പറഞ്ഞാൽ യോസേപ്പ് കണ്ട സ്വപ്നം. യോസേപ്പ് 2 സ്വപ്നം കണ്ടു. യോസേപ്പിൻ്റെ സഹോദരന്മാരും യോസേപ്പിൻ്റെ മാതാപിതാക്കളും യോസേപ്പിനെ നമസ്കരിക്കുന്നു. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും അവനെ നമസ്കരിക്കുന്നു. അപ്പോൾ ദൈവം യോസേപ്പിനെ ഉയർത്താൻ അരുളി ചെയ്തിരിക്കുന്ന വചനമാണ്.
ദൈവം അവനെ ഒരു നിലയിലേക്ക് കൊണ്ടുവരുവാൻ അവന് ദൈവം പറഞ്ഞ വചനമാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നത് അപ്പോൾ തന്നെ ദൂഷണം തുടങ്ങി. അതിന് യോസേഫിന് എന്ത് യോഗ്യത? യോബിനെ കുറിച്ച് കർത്താവ്, നീ എൻ്റെ ദാസനായ യോബിന്മേൽ ദൃഷ്ടി വെച്ചുവോ? അവനെപ്പോലെ ദൈവഭക്തനും നേരുള്ളവനും ദോഷം വിട്ടവനും വേറെ ലോകത്താരും ഇല്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞ ആ സമയത്ത് തന്നെ എതിർവാദം തുടങ്ങി. എന്ത് തുടങ്ങി? വെറുതെയാണോ അവൻ ഭക്തനായിട്ടിരിക്കുന്നത്? ദൈവത്തെ ഭയപ്പെട്ട് നേരുള്ളവനായിട്ടിരിക്കുന്നത് വെറുതെയാണോ? നീ അവനുള്ളതിനൊക്കെയും എതിരി കെട്ടിയേക്കുമല്ലേ? അത് അവൻ്റെ കന്നുകാലികൾ ദേശത്ത് പെരുകി, സമ്പത്ത് കൊണ്ട് അവന് ഒരു നിവൃത്തിയില്ല. പിന്നെ അവൻ ദൈവത്തെ മാനിക്കാതിരിക്കുമോ? തൃക്കൈ നീട്ടി അവനുള്ളതൊക്കെ ഒന്ന് തൊട്, അപ്പം കാണാം. ദൈവം അനുവദിച്ചു. അപ്പോൾ ദൈവം ഒരു വചനം ആദ്യം പറയും. വചനം പറയുമ്പോൾ എതിർവാദം ഉണ്ടാവും ശത്രുവിൻ്റെ. അപ്പോൾ ദൈവം ശോധന അനുവദിക്കും. ശോധന അനുവദിച്ചു കഴിഞ്ഞാൽ ടൈമുണ്ട്. ആ ടൈം വരെയും ശോധന അനുവദിച്ചിട്ടും ഇവനിൽ അയോഗ്യമായതൊന്നും കാണുന്നില്ല എങ്കിൽ ദൈവം എഴുന്നേൽക്കും. ശോധനയ്ക്കായി, പരീക്ഷിച്ച ശത്രു ഓടിപ്പോകും. ദൈവം അവന് അനുഗ്രഹം നൽകും. പിന്നെ ഒരിക്കലും ദൈവം അവന് ചെയ്യുന്ന അനുഗ്രഹങ്ങൾക്ക് എതിര് പറയാൻ ആത്മീയ മണ്ഡലങ്ങളിൽ ഒരു ശക്തി ഉണ്ടാവും. ഇതാണ് വ്യവസ്ഥ. ഇതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. യഹോവയുടെ വചനം നിവൃത്തിയാകുകയും അവൻ്റെ അരുളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുവോളം അവർ അവൻ്റെ കാലുകളെ വിലങ്ങ് കൊണ്ട് ബന്ധിക്കുകയും അവൻ ഇരുമ്പ് ചങ്ങലയിൽ കുടുങ്ങുകയും ചെയ്തു. ഇരുമ്പ് ചങ്ങലയിൽ കുടുങ്ങി, കാലുകളെ ബന്ധിച്ച്. എന്തിനു വേണ്ടിയിട്ട്? ദൈവം അവനെക്കുറിച്ചൊരു വചനം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിന് എതിർവാദം വന്നിരിക്കണം. അപ്പോൾ അവൻ്റെ വചനത്താൽ ശോധന വരണം. അപ്പോൾ ശോധനയ്ക്ക് അനുവദിച്ച് അരുളപ്പാട് കൊടുത്ത് ശരി പരീക്ഷിച്ചോളാൻ പറഞ്ഞു. പരീക്ഷിച്ചു കഴിഞ്ഞിട്ടും പോത്തിഫറിൻ്റെ ഭാര്യയിൽ കൂടി പ്രവർത്തിച്ചു, കാരാഗ്രഹത്തിൽ പ്രവർത്തിച്ചു, പോയ വഴികളിലെല്ലാം പ്രവർത്തിച്ചു. തോറ്റില്ല. അവൻ തോറ്റില്ല. ഒടുവിൽ അവൻ ദൈവം പറഞ്ഞ വചനപ്രകാരമുള്ള അനുഗ്രഹത്തിന് അവൻ യോഗ്യനെന്ന് തെളിഞ്ഞപ്പോഴേക്കും ദൈവം എഴുന്നേറ്റു. ഫറവോൻ സ്വപ്നം കണ്ടു. വ്യാഖ്യാനിക്കാൻ ആളില്ല. യോസഫ് മാത്രമേ വ്യാഖ്യാനിക്കാനുള്ളൂ. യോസഫിനെ കാരാഗ്രഹത്തിൽ നിന്ന് വരുത്തി. രാജാവ് ആളയച്ച് അവനെ വിടുവിച്ചെന്നാണ്. രാജധാനിയിൽ കൊണ്ടുവന്നു, സ്വപ്നം വിവരിച്ചു. അവൻ ഫറവോന്റെ പിതാവ് എന്നുള്ള സ്ഥാനത്തേക്ക് ഉയർന്നു. ഇന്ന് സകലതും അവൻ്റെ കാൽക്കീഴാണ്. ഫറവോന്റെ മന്ത്രിമാർക്ക് ജ്ഞാനം ഉപദേശിച്ചു കൊടുക്കുന്നത് യോസഫാണ്. ഫറവോനോട് ഒരു അപ്പൻ മകനോട് പറയുന്ന പോലെ ഫറവോനോട് പറഞ്ഞ് ശാസിച്ച് നടത്താനുള്ള അധികാരം യോസഫിൻ്റെ കയ്യിലാണ്. ശത്രു എവിടെ പോയി? ഓടിപ്പോയി. അപവാദം പറഞ്ഞവൻ എവിടെ പോയി? ഓടിപ്പോയി. ഇവിടെയാണ് കർത്താവിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പഠിക്കുന്നത് നന്മയ്ക്ക് ദൂഷണം വരുത്തരുത്. എല്ലാ മനുഷ്യൻ്റെ നന്മയ്ക്കും എല്ലാ മനുഷ്യരിലും അവർക്കൊരു നന്മ കർത്താവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എതിരാളി ദൂഷണം പറയും. കണ്ടോ, അവൻ വിശ്വാസത്തിൽ വന്ന് ഇപ്പോൾ അവന് ഇഷ്ടം പോലെ പൈസയായി. അവൻ്റെ സ്വഭാവം എന്താ സ്വഭാവം? അവൻ്റെയൊക്കെ തനി സ്വഭാവം അറിയണമെങ്കിൽ പൈസയൊക്കെ ഒന്ന് വാങ്ങണം. ഇതിങ്ങനെ രാപ്പകൽ അപവാദം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അപവാദിയാണ്. എന്നാൽ യോസേഫിനെ കുറിച്ച് പറയില്ല, മിണ്ടില്ല. കാരണം ഈ വചനം തന്നെ എന്താണ്? യഹോവയുടെ വചനം നിവൃത്തിയായതാണ്. എങ്ങനെ? ദൈവത്തിൻ്റെ അരുളപ്പാടിനാൽ ശോധന വരുന്നവരെയും കാല് ചങ്ങലയിൽ കുടുങ്ങിയതാ, ഇരുമ്പ് ചങ്ങലയിൽ കുടുങ്ങിയതാ. എന്നിട്ടും ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും, സാത്താൻ പറഞ്ഞതൊന്നും ഒരു അർത്ഥമില്ലാതാ. ദൈവം പറഞ്ഞ ആ അനുഗ്രഹത്തിന് അവൻ യോഗ്യനെന്ന് തെളിഞ്ഞതാ. ദൈവം എഴുന്നേറ്റു. അവൻ ഈ ഭൂമിയിൽ മഹാന്മാരുടെ കൂട്ടത്തിലായി. ദൈവത്തിന് മുമ്പാകെ ശ്രേഷ്ഠനായി തീർന്നു.
ഈ സമയത്ത് ഒരവകാശം, ഒരപവാദം യോസേഫിനെ കുറിച്ച് പറയില്ല, പറയാൻ പാടില്ല. ദൈവ ഏകനെന്ന് വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്ന സാത്താൻ, പിശാച്, പിന്നെ ഒരിക്കലും യോസേഫിനെ കുറിച്ച് ദോഷം പറയില്ല, യോബിനെ കുറിച്ച് പറയില്ല. ഇങ്ങനെ തൻ്റെ ഭക്തന്മാർക്ക് ഒരു നന്മ ചെയ്തു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് അപവാദം പറയാൻ ആരുമില്ലാത്ത ഒരവസ്ഥ ഉണ്ടാകണം എന്നുള്ളത് ദൈവത്തിൻ്റെ ആഗ്രഹം. അപ്പോൾ ദൈവം ചെയ്യുന്ന പ്രവൃത്തി നോക്കണം. അങ്ങനെ ഇവർ വിശ്വസ്തരാണ്, നീ പറയുന്ന പോലെയല്ല, അവൻ വിശ്വസ്തൻ തന്നെയാണ് എന്ന് കർത്താവ് തെളിയിക്കാനായിട്ട് അവനെ കൊണ്ടുവരുന്നത് അത്യല്പത്തിലേക്ക്. അല്പമല്ല, അത്യല്പം. അവനോ ഒരു പിടി സരഫത്തിലെ വിധവയുടെ വീട്ടിൽ എന്നാ ഉള്ളത്? ഒരു പിടി മാവ്, ഒരു ഇത്തിരി എണ്ണ ഭരണിയിൽ, അത് ഉണ്ടാക്കാനുള്ള വിറക്, രണ്ടുപേരും ഭക്ഷണം കഴിക്കാനുണ്ട്, അമ്മയും മോനും ഭക്ഷണം കഴിക്കാനുണ്ട്, വിധവയാണ്. നാളെ വേറെ എവിടെയെങ്കിലും പോയിട്ട് ഭക്ഷണം കഴിക്കാമെന്നില്ല. ഇന്ന് ഇതും കൂടി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണമില്ല, പിന്നെ മരിക്കാൻ തയ്യാറെടുക്കുക. കാരണം ഭൂലോകത്തിലെങ്ങും പോയി എങ്ങും ഭക്ഷണം കൊള്ളാനില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ അവർ. അതുകൊണ്ട് മരിക്കാനിരിക്കുക. ഈ അവസ്ഥയിലാണ് ചെല്ലുന്നത്, ആര് ചെല്ലുന്നത്? ഏലിയാവ് ചെല്ലുന്നത്. ഏലിയാവ് ചെന്നപ്പോൾ കൃത്യമായ സ്ഥലത്ത് കർത്താവ് പറഞ്ഞതനുസരിച്ച് ചെല്ലുമ്പോൾ വിധവ വിറക് പെറുക്കിക്കൊണ്ടിരിക്കുക. ഒരു പാത്രം വെള്ളം വേണം. നോക്കിയപ്പോൾ കർത്താവിൻ്റെ ദാസനാണ്. വെള്ളം എടുക്കാൻ പോരുമ്പോൾ ഒരടയും കൂടെ ഉണ്ടാക്കിക്കൊണ്ട് വരണം. അയ്യോ, അടയോ? വീട്ടിലെ അവസ്ഥ എന്നറിയണ, ഒരു പിടി മാവ് ഇരിപ്പുണ്ട്, ഇത്തിരി എണ്ണയുണ്ട്, അത് സൂക്ഷിച്ച് വെച്ചിരിക്കുക. ഒരു മോനേ ഉള്ളൂ. അത് കൂട്ടിക്കുഴച്ച് ഒരു ആ എണ്ണയും എല്ലാം കൂടെ കൊടുത്ത് കുഴച്ച് ഒരടയുണ്ടാക്കി കുഞ്ഞിനും കൊടുത്ത് ഞാനും തിന്ന്. ഇന്നത്തോണ്ട് തീരാനിരിക്കുക, ഇനിയില്ല. അവസാനത്തെ ഭക്ഷണ ആകട്ടെ. നീ ആദ്യം പറയുന്നത് കേൾക്ക്. ആദ്യം നീ പോയിട്ട് ഒരടയുണ്ടാക്കി എനിക്ക് കൊണ്ടുവന്ന. നീ അത് ചെയ്തു കഴിഞ്ഞാൽ ഭൂമിയിൽ മഞ്ഞും മഴയും പെയ്ത് ധാന്യം വിളഞ്ഞ് ഭൂമിയിൽ സമൃദ്ധിയാകുന്നവരെയും നിന്റെ കലത്തിലെ മാവും കുറയില്ല, ഭരണിയിലെ എണ്ണയും കുറയില്ല എന്ന് സൈന്യങ്ങളെ യഹോവ അരുളിച്ചെയ്യും. കേട്ടപ്പോൾ ഓർമ്മ വന്നു. എന്താ അപ്പം അതുവരെ ഇല്ലാത്തൊരു ഓർമ്മ, ഒരു വിശ്വാസം അപ്പോൾ വന്നേ? അപ്പോഴും അത്യല്പമേ ഉള്ളൂ. ആ അത്യല്പത്തിൽ നിന്നുകൊണ്ടാണ് വചനം കേൾക്കുന്നത്. അവൾ പെട്ടെന്ന് ഉണർന്നു. ശരിയാണല്ലോ. എന്തായാലും കാരണം കർത്താവ് പറഞ്ഞായിരുന്നു ഏലിയാവിനോട്, ഞാൻ വിധവയോട് കൽപ്പിച്ചിട്ടുണ്ടെന്ന്. പക്ഷെ ഇവിടെ ഒന്ന് വിധവയോട് ചോദിക്കുമ്പോഴത്തേക്കും വിധവയ്ക്ക് ഓർമ്മയൊന്നുമില്ലല്ലോ. കർത്താവ് കൽപ്പിച്ചത് ഹൃദയത്തോടാ, പ്രാണനോടാ. ഗാഠനിദ്രയിൽ തൻ്റെ ജനത്തിൻ്റെ ആത്മാക്കളെ സന്ദർശിക്കുന്ന ദൈവം ഗാഠനിദ്രയിൽ അവളുടെ ആത്മാവിനോട് കൽപ്പിച്ചിട്ടുണ്ട്. ആ ആത്മാവ് ദൈവം മുൻകണ്ടിട്ടുള്ള ആത്മാവാ. അത് സമ്മതിച്ചിട്ടുമുണ്ട്. ഇനി അങ്ങ് ചെന്ന് പറഞ്ഞാൽ മതി. വചനം പറയണം. വചനം പറഞ്ഞാൽ അപ്പോൾ ഉണർന്നോളും. വന്ന് അട വേണമെന്ന് പറഞ്ഞപ്പോൾ അവൾ ആ കാര്യം ഇന്നലെ പറഞ്ഞ കാര്യമൊന്നും അവൾ ഓർക്കുന്നില്ല. വെള്ളം വേണമെന്ന് പറഞ്ഞത് ഓർക്കുന്നില്ല. എന്താണെന്ന് മനസ്സിലായില്ല. പക്ഷെ വചനം പറഞ്ഞപ്പോൾ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ പ്രകാരം അരുളി ചെയ്യുന്നു, നീ ചെന്ന് ഒരു അട ആദ്യം എനിക്ക് ഉണ്ടാക്കി കൊണ്ടുവന്ന് തരണം. ഇസ്രായേലിൽ സമൃദ്ധിയായിട്ട് ഇനി ഭക്ഷണം ഉണ്ടാകുന്നവരെയും നിന്റെ കലത്തിലെ മാവ് കുറയുകയില്ല, നിന്റെ ഭരണിയിൽ എണ്ണ തീർന്നു പോവുകയുമില്ല എന്ന് സൈന്യങ്ങളെ യഹോവ അരുളി ചെയ്യുന്നുള്ള വചനം കേട്ടു കഴിഞ്ഞാൽ ഇത് തലേദിവസം സംസാരിച്ചതാ ഇവളുടെ പ്രാണനോട്. സംസാരിച്ചതാ. ആ വചനം കേട്ട് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഉണർന്നു. അവൾ പോയി ആ വാക്ക് അക്ഷരം തെറ്റാതെ അങ്ങനെ തന്നെ ആ കലത്തിലെ ഒരു പിടി മാവ് അത്യല്പത്തിൽ വിശ്വസ്തത കാണിക്കുക. അത് കൊണ്ടുവന്നു കുഴച്ചു, അടയുണ്ടാക്കി കൊണ്ടുവന്നു. മകനും കൊടുത്തില്ല, താനും കഴിച്ചില്ല, ഒന്നുമില്ല, ആർക്കും വേണ്ട. ദൈവത്തിൻ്റെ വചനമാണ് അനുസരിക്കേണ്ടത്, ദൈവം കൽപ്പിച്ചിരിക്കുന്നതാണ്. കൊണ്ടുപോയി കർത്താവിൻ്റെ ദാസന് കൊണ്ട് കൊടുത്തു. തിരിച്ചു വന്ന് നോക്കി, കലത്തിലെ മാവും കലത്തിലെ എണ്ണയും അങ്ങനെ തന്നെ, ധരണിയിലെ എണ്ണ അങ്ങനെ തന്നെ.
വീണ്ടും എടുത്തു, വീണ്ടും ഉണ്ടാക്കി, വീണ്ടും നോക്കി, വീണ്ടും എടുത്തു, അടയുണ്ടാക്കിയ വീണ്ടും നോക്കി. ഇത് ഒന്നോ രണ്ടോ പേരല്ല, ഒന്നോ രണ്ടോ പേരല്ല, ആ കുലം മുഴുവനും അവിടെ വന്നു. ഇഷ്ടംപോലെ ആളായി, സമൃദ്ധിയായിട്ട് ഭക്ഷിച്ചു, തീരുന്നവരെയും ദൈവത്തിൻ്റെ ആത്മാവ് സന്തോഷിക്കുകയാണ്. കാരണം ദൈവം വിളിച്ചു വരുത്തുന്ന ദൈവത്തിൻ്റെ ഭക്തന്മാരിൽ ഒരാളല്ല, 2 പേരല്ല, 10 പേരല്ല. ദൈവം വിളിച്ചു വരുത്തുന്നത് 50,000 ആളുകളാണ്. ഈ 50,000 പേരും ഇങ്ങനെ തന്നെ സമൃദ്ധിയോടെ ജീവിക്കണമെന്ന് ദൈവത്തിൻ്റെ ആഗ്രഹം. ഇങ്ങനെ തന്നെ ആയിരിക്കണം. എങ്ങനെ? കലത്തിലെ മാവും കുറയരുത്, ഭരണിയിലെ എണ്ണയും തീരരുത്. അവരും അവരുടെ കുടുംബവും മുഴുവനും സമൃദ്ധിയായിട്ട് ഭക്ഷിച്ചുകൊണ്ടിരിക്കണം. ഇതാ ദൈവത്തിൻ്റെ ആഗ്രഹം. പക്ഷെ കൊടുക്കാൻ നിവൃത്തിയില്ല. കാരണം അവരുടെ നന്മയ്ക്ക് ദൂഷണമുണ്ട്. പിശാച് പറയുന്നതിൽ കാര്യമുണ്ട്. കാരണം അവരതിന് യോഗ്യരാകണമെങ്കിൽ അത്യല്പത്തിൽ വിശ്വസ്തത തെളിയിക്കണം. എന്തെല്ലാം പറഞ്ഞാലും നീ ആദ്യം എനിക്കും ഉണ്ടാക്കിക്കൊണ്ടും താ, അത് വിശ്വസിക്കേ. എവിടെ വിശ്വസിക്കണം? അത് അങ്ങനെ കൊടുക്കാൻ പറ്റുമോ? ആദ്യം എനിക്കൊരു മോനുമുള്ള അവസാനത്തെ സമ്പത്താ. അത് തന്നിട്ട് പിന്നെ എന്താ? അത് തന്നിട്ട് പിന്നെ എന്ത് ചെയ്യാനാ? നിവൃത്തിയില്ല. അതിന് തയ്യാറില്ല. ഇത് തന്നെ അവസാനം വന്ന് കർത്താവായ യേശു ലോകത്തിലേക്ക് വന്ന്, ഈ ലോകത്തിലായിരുന്നപ്പോൾ യേശു തൻ്റെ ഐഹിക ശുശ്രൂഷ കാലത്ത് ഇപ്രകാരം പറഞ്ഞു. കർത്താവിൻ്റെ ദാസനായ ഏലിയാവിൻ്റെ കാലത്ത് അനേകം വിധവമാർ ഇസ്രായേലിലുണ്ടായിരുന്നു. അത്രമാത്രം. പണ്ടൊക്കെ ഇസ്രായേലിൽ വിധവമാരുണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം, യുദ്ധത്തിന് പോകുമ്പോൾ പുരുഷന്മാർ അനവധി പേർ വീണുപോകും. അനവധി പുരുഷന്മാർ യുദ്ധത്തിൽ പട്ടുപോകും. അവരുടെ ഭാര്യമാരും മക്കളും അനാഥരാകും. ഭാര്യ വിധവയുമായിത്തീരും, മക്കൾ അനാഥരുമായിത്തീരും. ഇങ്ങനെയുള്ള സങ്കടങ്ങളുള്ള, അതുകൊണ്ടാണ് അനാഥനും വിധവയ്ക്കും പരിപാലകനായിരിക്കുന്ന ദൈവം എന്ന് പറയുന്നത്. ഇസ്രായേലിൽ അനാഥനും വിധവയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രത്യേകമായിട്ടുള്ള ഒരു മാനമാണ്. അതിന് അവർക്ക് അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുവാൻ കർത്താവ് പ്രത്യേക സംവിധാനം അവർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കർത്താവിൻ്റെ ജനത്തിന് ലഭിക്കുന്ന ദശാംശം ധാന്യത്തിൻ്റെയും മറ്റു നന്മകളുടെയും ദശാംശം വന്നു കഴിഞ്ഞാൽ അനാഥനും വിധവയും പുരോഹിതനും ലേവ്യനും വന്ന് അവർ സന്തോഷിച്ച് അവർ തൃപ്തിയാകുമെന്നും അവർക്ക് അത് കൊടുക്കണമെന്നാണ്. അതുപോലെ അവരെ മാനിക്കണമെന്ന്. അതാണ് വിധവമാരുടെ പ്രത്യേകത. കർത്താവ് പറഞ്ഞു, ഇങ്ങനെയുള്ള വിധവന്മാർ എത്ര ഉണ്ടായിരുന്നറിയോ ഇസ്രായേലിൽ? ധാരാളം ഉണ്ടായിരുന്നു, ഒരുപാടുണ്ടായിരുന്നു. ധാരാളം വിധവന്മാരവിടെ ഉണ്ടായിരുന്നു. പക്ഷേ സരഫത്തിലെ വിധവയുടെ അടുക്കിലേക്ക് മാത്രമാണ് കർത്താവ് തൻ്റെ ദാസനായ ഏലിയാവിനെ അയച്ചത്. വേറെ ഒരു വിധവയുടെ അടുക്കിലേക്കും അയച്ചില്ല. എന്താണ് അതിൻ്റെ കാരണം? അത്യല്പത്തിൽ വിശ്വസ്തത കാണിക്കാൻ ദൈവം സകല മനുഷ്യരെയും പരിശോധിച്ചതാണ്. അത്യല്പത്തിൽ വിശ്വസ്തത കാണിക്കാൻ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ആ അത്യല്പത്തിൽ നിന്റെ കയ്യിലുള്ളത് മുഴുവൻ കൊടുത്തു കഴിഞ്ഞാൽ നിനക്ക് എന്നേക്കും ദൈവം അനുഗ്രഹം നൽകുമെന്ന് പറഞ്ഞത് ആ വചനം വിശ്വസിക്കാനായിട്ട് അവൾക്കേ സാധിക്കുള്ളൂ. അവളുടെ അടുക്കിലേക്കാണ് അയച്ചത്. അത് കർത്താവ് യേശു എടുത്തു പറഞ്ഞപ്പോൾ ആ വിധവയുടെ വിശ്വാസവും ആ വിധവയും ദൈവമായിട്ടുള്ള ബന്ധം എന്താ? അത് വലുതാണ്. എന്ന് കർത്താവിൻ്റെ വചനം പറയുന്നത് അത്യല്പത്തിൽ വിശ്വസ്തത തെളിയിക്കണം. സമൃദ്ധിയിലിരിക്കുമ്പോൾ എല്ലാവർക്കും വിശ്വസ്തത തെളിയിക്കാൻ പറ്റും, സമ്പത്തുള്ളപ്പോൾ. എന്നാൽ അത്യല്പത്തിൽ അതായത് അതിനുവേണ്ടി കർത്താവ് അവരെ ഒരുക്കുകയാണ്. ക്രിസ്തീയ ജീവിതത്തിലും അങ്ങനെയുള്ള സന്ദർഭം ഉണ്ടാകും. കാരണം ഇങ്ങനെ ഇസ്രായേലിൽ 10,000 വിധവന്മാരുണ്ടെങ്കിൽ ഈ 10,000 വിധവന്മാരും ഇതുപോലെ തന്നെ കലത്തിലെ മാവ് കുറയാതെയും ഭരണിയിൽ എണ്ണ തീർന്നു പോകാതെയും അവർ സമൃദ്ധിയോടെ അവരുടെ കുടുംബവും കുലം മുഴുവനും ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹമുള്ളതാണ്. പക്ഷെ ആരും തയ്യാറില്ല. എന്തിനു തയ്യാറില്ല? അത്യല്പത്തിൽ വിശ്വസ്തരാകാൻ ആരും തയ്യാറില്ല. അത്യല്പത്തിലേക്ക് വരുമ്പോഴേക്കും അവർക്ക് ഈ പറയുന്ന കാര്യങ്ങൾ കൈവിട്ട കളി, അത് ബുദ്ധിമുട്ടാണ്, അത് പ്രയാസമാണ്. അതുകൊണ്ടെന്ത് എന്നും അവരുടെ നന്മയ്ക്ക് ദൂഷണമാണ്. അവർക്കൊരു നന്മ ചെയ്യാൻ നിവൃത്തിയില്ല. അവർക്കൊരു നന്മ ചെയ്തു കഴിഞ്ഞാൽ ശത്രു അപ്പോൾ അപവാദം പറയും. അപവാദം പറയുന്നത് ശരിയാണോ? അത് ശരിയാണ് താനും.
എന്നാൽ ശത്രു പറയുന്ന അപവാദത്തിനുപരിയായി അവർ വിശ്വസ്തത തെളിയിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ അവരുടെ ജീവിതത്തിൽ ഒരിക്കലും വറ്റിപ്പോകാത്ത ഉറവോടുകൂടി, വറ്റിപ്പോകാത്ത നന്മയുടെ ഉറവോടുകൂടി അവർ സമൃദ്ധിയിൽ ജീവിപ്പാൻ ദൈവം കൃപ തരും. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് ഇതാ, ഒരു മനുഷ്യൻ അത്യല്പത്തിൽ വിശ്വസ്തത തെളിയിച്ചാൽ അവനെ അധികത്തിലും വിശ്വസ്തനെന്ന് ദൈവം എണ്ണി അതിനെ വിചാരകനാക്കും. നാം വായിച്ചു കേട്ട വചനം പോലെ അത്യല്പത്തിൽ വിശ്വസ്തനായവൻ അധികത്തിലും വിശ്വസ്തൻ, അധികത്തിലും വിശ്വസ്തൻ. അതിനു വേണ്ടിയിട്ട് കർത്താവ് ഒരുക്കി ആ സാഹചര്യങ്ങൾ സൃഷ്ടിച്ച് നടത്തുന്ന ആ വഴികളിൽ നമുക്ക് വിശ്വസ്തരായി തീരുവാൻ, അത്യല്പത്തിൽ വിശ്വസ്തരായി തീരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.